അതാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം. സ്കിസോഫ്രീനിയ, ചിത്തഭ്രമം. അതാണ് നിങ്ങളുടെ രോഗം. അപ്പോ കുടിച്ചത് കൊണ്ടല്ലേ ഈ അസുഖം വന്നത്? അല്ല, ചിത്തഭ്രമം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ നിലവിട്ട് കുടിച്ചത്. മദ്യപിച്ചതുകൊണ്ട് ആർക്കും ഈ അസുഖം വരില്ല. അതൊരു പഴയ തിയറിയാണ്. മോഡേൺ സൈക്യാട്രി അത് വിശ്വസിക്കുന്നില്ല. നമ്മളൊക്കെ കരുതിയതുപോലെ എനിക്ക് ഭ്രാന്ത് വന്നത് മദ്യപാനം കൊണ്ടല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അച്ഛൻ നല്ല പിള്ള ചമയുകയാണെന്ന് കരുതല്ലേ രാമു? ഈ രോഗത്തെക്കുറിച്ചും ഇതിൻ്റെ ചികിത്സയെക്കുറിച്ചുമെല്ലാം ഡോക്ടർ വിശദമായി പറഞ്ഞു തന്നു. നാട്ടുചികിത്സയും മന്ത്രവാദവും ഭ്രാന്തിന് ഫലിക്കുമെന്ന് പറയുന്നത് അന്ധവിശ്വാസമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ആലോചിക്കുമ്പോൾ ശരിയല്ലേ? നമ്മുടെ വല്യമ്മാവന് വേണ്ടി എന്തെല്ലാം പൂജാകർമ്മങ്ങളും നടത്തി. എന്നിട്ടും 14 കൊല്ലാണ് ചങ്ങലക്കിട്ടത്. അവസാനം കഴിഞ്ഞ തലമുറയിലെ ഈ രോഗമുണ്ടായിരുന്നു എന്ന് പറയുന്നത് അത്ര നല്ല ലക്ഷണമല്ല. തലമുറ എന്ന് പറയുമ്പോൾ അമ്മാവനായിരുന്നു അസുഖം, അമ്മയുടെ ഏട്ടൻ. നിങ്ങളുടെ അമ്മ തന്നെയാണല്ലോ അമ്മാവൻ. ഒരേ രക്തം, ഒരേ ജീൻ ഫോർമേഷൻ. അമ്മ എങ്ങനായിരുന്നു? മഹാസാധുവായിരുന്നു. എൻ്റെ കല്യാണത്തിന് മുമ്പേ മരിച്ചു. എങ്ങനെയാ അമ്മ മരിച്ചത്? അമ്മാവനെ പോലെ തന്നെ ആത്മഹത്യയായിരുന്നു, അമ്പലക്കുളത്തിൽ ചാടിയിട്ട്. മരിക്കാൻ മാത്രമുള്ളൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക്. അവസാന കാലത്ത് വലിയ മൗനായിരുന്നു, ചുമ്മാ ഇരുന്ന് കരയും. ചുമ്മാതാരും കരയില്ല ശങ്കര. അമ്മയും ഒരു പക്ഷേ ഡിപ്രഷൻ പേഷ്യൻ്റ് ആയിരുന്നിരിക്കാം, അമ്മാവനെ പോലെ. മാനസിക രോഗങ്ങൾക്ക് നിലവിലുള്ള ഇംഗ്ലീഷ് ചികിത്സയും അത്ര ഭേദമല്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം. ആൻറ്റി ഡിപ്രസൻറ്റ്, ട്രാൻക്യുലൈസർ, ലെത്തിയം മരുന്ന് തീർന്നു. അത് കഴിക്കുമ്പോൾ രോഗിയും രോഗവും കുറേ കാലം മയങ്ങിക്കിടക്കും. പൂർണ്ണ രോഗശാന്തി അങ്ങനെ ഒന്നില്ല. കരണ്ടടിപ്പിക്കലൊക്കെ സത്യം പറഞ്ഞാൽ നിരോധിക്കേണ്ട കാലം കഴിഞ്ഞു എന്നാ അദ്ദേഹം പറയുന്നത്. രോഗത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ കേട്ടപ്പോൾ ആദ്യം ഞാൻ വല്ലാതെ പേടിച്ചു. പക്ഷേ ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറയുക ഞാൻ ഭാഗ്യമുള്ളവനാണെന്ന്. എൻ്റെ രോഗത്തിന് പൂർണ്ണ ഭേദം വരുന്ന ഒരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അത്രേ. അങ്ങനെ ഒരു മരുന്ന് ഉണ്ടാവും രാമു? അമ്മാവൻ കള്ളം പറയോ? പുതിയ മരുന്നാണ്, ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ആയി വരുന്നേ ഉള്ളൂ, അങ്ങനെയൊക്കെയല്ലേ ഡോക്ടർ പറഞ്ഞത്? അദ്ദേഹം ഒരു റിസർച്ച് സ്റ്റുഡൻ്റ് ആയതുകൊണ്ടായിരിക്കും പുതിയ മരുന്നുകളെ കുറിച്ചൊക്കെ പറയുന്നത്. മാസത്തിൽ 1 വെച്ച് തുടർച്ചയായി 6 ഇഞ്ചക്ഷൻ എടുത്താൽ രോഗം പൂർണ്ണമായും ഭേദപ്പെടുമെന്ന് അദ്ദേഹം ഉറച്ചു പറഞ്ഞു. വെറും 6 മാസം. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ രാമു? പാവം അമ്മാവൻ, രോഗം മാറണമെന്ന് ആരാഗ്രഹിക്കാത്ത? എന്തോ ഇല്ലായ്മ
ദാരിദ്ര്യം, നിസ്സഹായത, അങ്ങനെയൊക്കെയുള്ള റിയാലിറ്റിയിൽ ജീവിക്കുകയാണ് ഞാൻ. ഒരു കത്തിന്റെ അവിടെ ഇവിടെ വായിച്ച് സെന്റിമെന്റൽ ആവല്ലേ? വേറൊരു കത്തല്ലല്ലോ ഇത്. ഒരു മാനസിക രോഗിയുടെ കത്ത്. സ്വന്തം അച്ഛനെ കുറിച്ചാണോ രാമു ഈ പറയുന്നത്? കത്ത് മുഴുവൻ വായിച്ചു നോക്കടി. പണം വേണം, അത് നിന്റെ അച്ഛൻ തരൂ. അച്ഛനെ ആശുപത്രി കൊണ്ടുപോകാനുള്ള ടാക്സി കൂലി കടം മേടിക്കാൻ വന്നപ്പോ നിന്റെ അച്ഛൻ എന്താ പറഞ്ഞത്? നീ കേട്ടതാണല്ലോ. സാറേ, എത്രയാവും ഒരു ഇഞ്ചക്ഷന്? അത് ഇത്തിരി കൂടുതലാണ്. ഒരു ഡോസിന് 5000-ഓളം രൂപ വരും. മൊത്തം 6 ഇഞ്ചക്ഷൻ. അപ്പോൾ 6×5 30,000 രൂപ. 30,000 രൂപയോ? ക്യാൻസറിൻ്റെ കീമോതെറാപ്പിയൊക്കെ വെച്ച് നോക്കിയാൽ ഇതത്ര കൂടുതലാണെന്നും പറയാൻ കഴിയില്ല. തിരക്കില്ല, വീട്ടുകാരോടൊക്കെ ആലോചിച്ചിട്ട് മതി. മോനെ രാമു, ഫീസ് കൊടുക്കാനും ഉച്ചയൂണിനും നീ ബുദ്ധിമുട്ടുന്നത് അച്ഛന് കാണാൻ കഴിയാഞ്ഞിട്ടല്ല. എന്നാലും ഇത്രയും പണമുണ്ടാക്കാൻ നമുക്ക് കഴിയുമോ രാമു? സരോജിനി വിചാരിച്ചാൽ ഒരു പക്ഷെ ബന്ധുക്കളോട് ആരോടെങ്കിലും വാങ്ങാൻ കഴിഞ്ഞേക്കും. എനിക്കാണെന്ന് പറഞ്ഞാൽ ആരും തരില്ല. അതാണ് പ്രശ്നം. ആരുടെ തരാമോ? എൻ്റെ കൂട്ടുകാരൻ്റെ. ഏത് കൂട്ടുകാരൻ്റെ? അത് അമ്മയ്ക്ക് അറിയില്ല. അത്